ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാം. ഈ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞ ബ്ലൗസിൻ്റെ വർക്ക് ഡിസൈനും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് ഈ വീഡിയോയിൽ. ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിലും ഫ്രണ്ട് നെക്കിൻ്റെ റൈറ്റ് സൈഡിലും 2 സ്ലീവിലുമാണ് വർക്ക് ചെയ്തത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രൈഡൽ ബ്ലൗസ് ഡിസൈനാണിത്. മെയിനായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെഹന്തി കളർ ഷുഗർ ബീഡ്സും ഗോൾഡൻ കളർ ആരി വർക്ക് ത്രെഡും സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന പല ഷേപ്പിലുള്ള സ്റ്റോൺസ് കിട്ടും. അതിൽ സ്ക്വയർ ഷേപ്പാണ് ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയ ട്യൂബ് ടൈപ്പിലുള്ള ബീഡ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ബ്ലൗസിൻ്റെ 2 സ്ലീവിലാണ് വർക്ക് ചെയ്തത്. ആദ്യം സ്ലീവിലെ ഫില്ലിംഗ് സ്റ്റിച്ച് ജസ്റ്റ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. സ്പൈറൽ ഡിസൈൻ ആണ് വരയ്ക്കുന്നത്. സ്ലീവ് കംപ്ലീറ്റ് കവർ ആകുന്ന ഒരു ഡിസൈനാണിത്. കുറച്ച് വലിയ സ്പൈറൽ ഡിസൈൻ ആണ് വരയ്ക്കുന്നത്. പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. എന്നാൽ അതേപോലെ തന്നെ ഈ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഉള്ളത് പോലെ തോന്നുകയും ചെയ്യും ഇത് വർക്ക് ചെയ്ത് വരുമ്പോൾ. ഇപ്പോൾ നമ്മൾ സ്പൈറൽ ഡിസൈനൊക്കെ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് വർക്ക് ചെയ്യാം. ഗോൾഡൻ കളർ ആരി വർക്ക് ത്രെഡും മെഹന്തി കളർ ഷുഗർ ബീഡ്സും ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്പൈറൽ ഡിസൈനിൽ മൊത്തം ചെറിയ ചെയിൻ സ്റ്റിച്ചും ആ പാറ്റേണിൻ്റെ എൻഡിലേക്ക് വരുമ്പം ഒരു ചെറിയ ഷുഗർ ബീഡ്സും ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സ്പൈറൽ ഡിസൈൻ മൊത്തം ചെയ്തത്. ഈ സ്പൈറൽ ഡിസൈൻ വരയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ സ്ലീവ് പാറ്റേൺ ആദ്യം തുണിയിലേക്ക് ട്രേസ് ചെയ്ത് ഈ വർക്കിന് ശേഷം സ്റ്റിച്ചിങ്ങിന് വേണ്ട 1/4 മുതൽ 1/2 ഇഞ്ച് വരെയുള്ള സീം എലവൻസ് ഒക്കെ വിട്ടിട്ടാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. സ്ലീവിൻ്റെ എൻഡിലും നെക്കിലും ഒക്കെ സെയിം ഒരു ബോർഡർ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബോർഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏകദേശം 8 ലെയറിലാണ്. ആദ്യം ഒരു 5 വരി ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ത്രെഡ് കൊണ്ട്. അതിനുശേഷം 2 ലെയർ ഷുഗർ ബീഡ്സും പിന്നെ ഒരു ലെയർ ചെറിയ ആ ട്യൂബ് സ്റ്റിച്ചും പിന്നെ ഒരു ലെയറിൽ നമ്മൾ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഈ മെഹന്തി കളർ സീക്വൻസ് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് പാറ്റേണിൽ വേണമെങ്കിലും ബോർഡർ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഇതൊരു 1 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താം. അതുപോലെ നെക്കിൽ ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ ആയിരിക്കണം വരയ്ക്കേണ്ടത്. നെക്കിൽ ആദ്യം തന്നെ 5 വരി ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്യണം. അത് നമ്മൾ ആ സ്റ്റിച്ച് വരുന്ന സ്ഥലത്ത് ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മിനിമം ഒരു 5 അല്ലെങ്കിൽ 7 ലെയർ വരെ ചെയിൻ സ്റ്റിച്ച് മാത്രം, ബീഡ്സ് ഒന്നും ഉപയോഗിക്കാണ്ട് ത്രെഡ് കൊണ്ട് ചെയിൻ സ്റ്റിച്ച് മാത്രം ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു 5 ലെയർ ആദ്യം ചെയിൻ സ്റ്റിച്ച് മാത്രം ചെയ്യുന്നതിന് ഇങ്ങനെ സെറി ത്രെഡ് തന്നെ വേണമെന്നില്ല. ബ്ലൗസിൻ്റെ പാറ്റേണിന് മാച്ച് ആയിട്ടുള്ള ഏത് കളർ സിൽക്ക് ത്രെഡും ഉപയോഗിക്കാം. ക്രീം കളർ സിൽക്ക് മെറ്റീരിയലാണ് ബ്ലൗസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്.